ഇത് ദീനറിയോന്നാണ് ചോദിക്കുന്നത്. പിന്നെ അടുത്തെന്റെ ചോദ്യം എന്താ? ഞാൻ ചോദിച്ച അടുത്ത ചോദ്യം എന്തായിരുന്നു? എന്റെ ചോദ്യം രണ്ടാമത്തെ നേരത്തെ ചോദ്യം എന്തായിരുന്നു അറിയോ? കൊടികുത്ത് നേർച്ചയുടെ ഡേറ്റ് എന്നാണ് ഞാൻ ചോദിച്ചത്. രസകരമായി മൂപ്പര ചോദ്യത്തെ അട്ടിമറിച്ച് ആലിമവറുകൾ നൽകുന്ന ഫത്വ കേട്ടോളൂ. കൊടി കുത്തലുണ്ടോന്ന്? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി മിനായിലും അറഫയിലും കുത്തലില്ലേ? ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത്? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി കുത്താറില്ലേ? കേട്ടോ, കൊടികുത്ത് നേർച്ചുണ്ടോ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട മഹാനവറുകൾ എന്താ പറഞ്ഞത്? കൊടികുത്തുണ്ടോ എന്ന് സലഫി ചോദിക്കുന്നത്. കൊടികുത്ത് എല്ലാ രാജ്യങ്ങളിൽ കൊടി മിനയിലും അറഫയിലും ഇല്ലേ? എല്ലാ രാജ്യങ്ങളിൽ കൊടി അവിടെ കുത്തിയിട്ടില്ലേ? ഇതാ തിരിച്ചറിഞ്ഞോ? നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ശരിക്ക് പഠിച്ചു വെച്ചോ. ഇതിന് കിതാബോധണ്ട. ഞാൻ ചോദിച്ചെന്താ? കൊടികുത്ത് നേർച്ചയാ. കൊടി കുത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എന്നോടത് പഠിപ്പിക്കണോ? പല പ്രാവശ്യം ആ നാട്ടിലൊക്കെ പോകാൻ അവസരം കിട്ടിയ ആളുകളില്ലേ നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ? ഞാൻ അവിടെ ഏതെങ്കിലും രാഷ്ട്രങ്ങളുടെ കൊടി കുത്തിയിട്ടുണ്ടോന്നാണോ പേരോടെ ചോദിച്ചത്? എന്തിനായി അട്ടിമറി? മൂപ്പര് പറയണ എല്ലായിടത്തും ഇനിയിപ്പോ പേരോടും കൂട്ടരും ഒക്കെ ഇനിയിപ്പോ നേരത്തെന്നും പറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കും ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക്. എല്ലാ രാജ്യങ്ങളിൽ ലോകകപ്പ് നടക്കുമ്പോ എല്ലാവരും കൊടി ഉണ്ടാവും അവിടെ. വമ്പം കൊടികുത്ത് നേർച്ച നടക്കുന്നുണ്ട് എന്ന് സിറാജിൽ പരസ്യം വരും അല്ലേ? വമ്പിച്ച കൊടികുത്ത് നേർച്ച പങ്കെടുക്കുന്നത് മറഡോണ അല്ലേ, അല്ലെങ്കിൽ സാനിയ മിർസ ബീവി അല്ലേ, ഹാണ്ടിലല്ലേ, നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയ നാണ്ട് നേർച്ച. എന്തിനായി അട്ടിമറി? ഞങ്ങൾ എന്താ ചോദിച്ചത്? നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ കൊടികുത്ത് നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? സുഹൃത്തുക്കളെ, ഓരോ ഏഷ്യാഡ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ലോകകപ്പ് നടക്കുമ്പോഴോ പല കളികളും നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ രാജ്യത്തും അവിടെയൊക്കെ പല രാജ്യങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും കൊടി കുത്തൂലേ? ദുബായിൽ പോയി നോക്കിയാൽ അതേപോലെ തന്നെ UAE-യുടെ എല്ലാ സ്ഥലങ്ങളിലും, അതുപോലെ തന്നെ ഇനി സൗദി അറേബ്യയിലോ ഖത്തറിലോ ബഹ്റൈനിലോ കുവൈറ്റിലോ എവിടെ പോയാലും അതാത് രാഷ്ട്രങ്ങളിൽ മറ്റു രാഷ്ട്രങ്ങളുടെ എംബസികളുടെ മുമ്പിൽ ആ രാഷ്ട്രങ്ങളുടെ കൊടി കാണാം, വിവിധ രാജ്യങ്ങളുടെ കൊടി കാണാം, പല ഹോട്ടലുകളുടെയും അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളുടെയും ഒക്കെ മുമ്പിൽ കാണാം. ഇതാണോ ഞാൻ ചോദിച്ചത്? കൊടികുത്തുണ്ടോ? കൊടികുത്ത് നേർച്ച എന്നുള്ളത് കൊടികുത്താക്കി മാറ്റി മൂപ്പര്. ഞാൻ ചോദിച്ചതിപ്പോ മൂപ്പരോട്, മക്കത്തും മദീനത്തും ആരെങ്കിലും കൊടി കുത്തിയിട്ടുണ്ടോ? കൊടി കുത്തിയിട്ടുണ്ടോ ആലോചിച്ച്? ഇതാണ്. തിരിച്ചറിഞ്ഞോ നിങ്ങൾ? ചോദ്യം ഒന്ന് വേറൊന്ന് അട്ടിമറിക്കുക. ഇനി പഠിച്ചു വെച്ച സുഹൃത്തുക്കളെ, ഇത്ര പച്ച മലയാളത്തിൽ ഈ ഉള്ളവൻ ചോദിച്ച ഒരു ചോദ്യത്തെ ഇങ്ങനെ അട്ടിമറിച്ച് മറുപടി പറയുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ ഹദീസിൽ ഇതൊക്കെ അറബിയിലല്ലേ? സാധാരണക്കാരന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി എത്ര വമ്പിച്ച അട്ടിമറിയാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ച കൊടികുത്ത് എന്താ നിങ്ങൾക്ക് കാണണോ? എന്നാ കാണിച്ചു തരാ. ഞങ്ങളുടെ കൊടികുത്ത് നേർച്ച എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച മോഡലുകളും കൂടി ഒന്ന് കണ്ടോളൂ.